നമസ്കാരം. മെയ് 18, 2025 രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് രാശി മാറും. ഇനിയുള്ള 18 മാസം രാഹു കുംഭൻ രാശിയിലാണ് ഉണ്ടാവുക. രാഹു ഛായാഗ്രഹമാണ്, പുറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹം കൂടിയാണ്. 3, 6, 10, 11 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് രാഹുവിൻ്റെ ഏറ്റവും നല്ല ശുഭഫലം കിട്ടുക. ഒപ്പം രാഹു പാപഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് പാപഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് വരുമ്പോൾ വ്യക്തികളുടെ ജീവിതത്തിൽ അത് പെട്ടെന്ന് നല്ല മാറ്റങ്ങളും ഉയർച്ചയും ഉണ്ടാക്കും. അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. ബുദ്ധിയും അറിവും ഉപയോഗിച്ച് എല്ലാ മേഖലയിലും അവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെ നക്ഷത്രക്കാർക്കും രാശിക്കാർക്കുമാണ് ഈ രാഹുവിൻ്റെ ഗുണങ്ങൾ കൂടുതൽ കിട്ടുക എന്ന് നോക്കാം. മേടൻ രാശി. മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് രാഹു 11ലേക്ക് ആണ് രാശി മാറുന്നത്. പറഞ്ഞാൽ ലാഭസ്ഥാനത്തേക്കാണ്. അത് ധനലാഭം ഉണ്ടാക്കും, തൊഴിൽ വിജയം, അതുപോലെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും, ആഗ്രഹങ്ങൾ നടക്കും, മനസ്സിന് സുഖവും സന്തോഷവും വർദ്ധിക്കും, സന്താന ഭാഗ്യം, അതുപോലെ സന്താന സുഖം വർദ്ധിക്കും, ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകും, പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരും, വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ നല്ല ഉന്നതി ഉണ്ടാകും, അതുപോലെ നല്ല പേര്, പ്രശസ്തിയൊക്കെ കിട്ടും, അംഗീകാരങ്ങളൊക്കെ കിട്ടും, കലാരംഗത്ത്, സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും, തൊഴിൽപരമായിട്ട് നല്ല പ്രൊമോഷൻ കിട്ടാനൊക്കെ അനുകൂലമാണ്, ടെക്നിക്കൽ അറിവ് അവർക്ക് വർദ്ധിക്കും, കൂടുതലായിട്ട് ഭാഗ്യവർദ്ധനവുണ്ടാകും. ഇടവൻ രാശി. ഇടവൻ രാശിക്കാരായ കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാരുടെ 10ാം ഭാവത്തിലേക്കാണ് രാഹു രാശി മാറുന്നത്. അത് കൂടുതലായിട്ട് ശുഭഫലം കിട്ടും, ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ, അതുപോലെ ഉയർന്ന പദവിയുള്ള ജോലി കിട്ടാൻ, പിന്നെ തൊഴിൽപരമായിട്ടും മേലധികാരികളുടെ മറ്റെല്ലാവരുടെയും സഹായ സഹകരണം കിട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും, പിന്നെ കേസ് വഴക്കുകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും, നല്ല പേര്, പ്രശസ്തി ഉണ്ടാകും, ഗവൺമെൻറ് മേഖലയിൽ ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ്, ധനപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും, അതുപോലെ കുടുംബത്തെ അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾ സംസാരം ശ്രദ്ധിക്കണം. അതുപോലെ പൂർവിക സ്വത്ത് കയ്യിൽ വന്നു ചേരാനുള്ള ഭാഗ്യം, ലോട്ടറി, ചിട്ടിയിൽ നിന്നൊക്കെ ഭാഗ്യം, ലാഭം കിട്ടാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകും. കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരുടെ 6ാം ഭാവത്തിലേക്കാണ് രാഹു രാശി മാറുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗുണങ്ങളും നേട്ടങ്ങളും വർദ്ധിക്കും, ശത്രുക്കൾ കുറയും, പുതിയ അവസരങ്ങൾ വന്നു ചേരും, സാമ്പത്തിക നേട്ടമുണ്ടാകും, വിദേശ ലാഭം, സന്താന ഭാഗ്യം, അതുപോലെ സന്താന ഗുണം വർദ്ധിക്കും, ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും, കടബാധ്യതകളൊക്കെ മാറിക്കിട്ടും, എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും, അതുപോലെ പുതിയ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രക്കാരുടെ രാഹു 3ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. അത് നല്ല അറിവും ബുദ്ധിയും വർദ്ധിക്കും, ആത്മധൈര്യത്തോടെ മുന്നേറാൻ പറ്റും, വീട്, വസ്തു, വാഹന ഭാഗ്യം, അതുപോലെ ഭാഗ്യയോഗാനുഭവങ്ങളൊക്കെ വർദ്ധിക്കും, സാമ്പത്തിക ലാഭം വർദ്ധിക്കും, മനസ്സിന് സുഖവും സന്തോഷവും വർദ്ധിക്കും, അതുപോലെ സന്താനങ്ങളിൽ നിന്നൊക്കെ ശുഭഫലം കിട്ടും, തൊഴിൽ വിജയം, എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും, പുതിയത് പഠിക്കാൻ പറ്റും, അതുപോലെ പുതിയ ഐഡിയ ഉപയോഗിച്ച് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും, ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ നടക്കും. ഇത്രയും രാശിക്കാർക്ക് നക്ഷത്രക്കാർക്കുമാണ് രാഹുവിൻ്റെ രാശിമാറ്റത്തിൽ നല്ല ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും കൂടുതലായിട്ട് കിട്ടുക. മറ്റു രാശിക്കാർക്കെല്ലാം ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് രാഹുവിൻ്റെ കിട്ടുക. നിങ്ങൾ എല്ലാ ദിവസവും ഓം രാഘവേ നമഃ ദിവസവും 11 തവണ ചൊല്ലുന്നത് കൊണ്ട്, അതുപോലെ സർപ്പപ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.